നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മനുസ്മൃതിയെക്കുറിച്ചാണ്. പലരും പറയുകയുണ്ടായി, പലരും എല്ലാ കാലഘട്ടത്തിലും വിമർശിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് മനുസ്മൃതി. എല്ലാ കാലഘട്ടത്തിലും അതെല്ലാ എല്ലാ തരത്തിലുള്ള ആളുകളും വിമർശിച്ചിട്ടുണ്ട്. മനുസ്മൃതി സംഘപരിവാറിൻ്റെതാണ്, സംഘപരിവാർ മനുസ്മൃതിയാണ് മുമ്പോട്ട് വെക്കുന്നത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു ചർച്ച നടത്തേണ്ടതുണ്ട്. അതായത് യഥാർത്ഥത്തിൽ മനുസ്മൃതി സംഘപരിവാറിൻ്റെ അല്ല. സംഘപരിവാറിൻ്റെ എന്ന് പറഞ്ഞാൽ വിചാരധാരയാണ്. ഗുരുജി ഗോൾവക്കർ എഴുതിയ വിചാരധാരയാണ് വിചാരധാരയിൽ കോട്ട് ചെയ്തിരിക്കുന്ന ചില വാചകങ്ങൾ മനുസ്മൃതിയിൽ നിന്നും അതുപോലെ വേദങ്ങളിൽ നിന്നും കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നല്ലാതെ മനുസ്മൃതി ഒരിക്കലും സംഖ്യകളുടെ അല്ല. മനുസ്മൃതി എന്താണ് എന്ന് പറയണമെങ്കിൽ ഹിന്ദു മതഗ്രന്ഥത്തെ പറ്റി പറയണം, മതവേദഗ്രന്ഥങ്ങളെ പറ്റി പറയണം. അതായത് ഹിന്ദു വേദഗ്രന്ഥങ്ങളിൽ പലതരത്തിലുള്ള ആചാരങ്ങളുണ്ട് ഇവിടെ. അതായത് ദക്ഷിണാചാരം, വാമാചാരം, ശാക്തേയാചാരം, അങ്ങനെ ഒരുപാട് ആചാരങ്ങളുണ്ട്, ഒരുപാട് ആചാര സമ്പ്രദായ പ്രമാണങ്ങളുണ്ട്. അതിൽ ദക്ഷിണാചാരത്തിൽ പെടുന്നതാണ് ഈ വൈദിക ആചാരം. അതിനകത്താണ് വേദങ്ങൾ വരുന്നത്. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവെന്നർത്ഥം. വേദമെന്ന് വിദ് എന്ന സംസ്കൃത പദത്തിൽ നിന്നും ഉണ്ടായതായി വേദം എന്ന് പറയുന്ന വാക്ക്. അതിൻ്റെ അർത്ഥം അറിവെന്നാണ്. ആ അറിവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ദൈവത്തിൽ നിന്നും മനുഷ്യന് ലഭിച്ച വചനങ്ങളായിരിക്കാം. ഇപ്പം ബൈബിള്, ഖുറാൻ, അതുപോലെ പ്രവാചകന്മാർക്ക് ദൈവവചനമായിട്ട് കിട്ടിയത് എന്നൊക്കെ പറയുന്ന പോലെ. അതിൽ ഇപ്പം വേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മന്ത്രദൃഷ്ടാക്കളായവർ എഴുതിയ വേദങ്ങൾ, അപൗരുഷേയങ്ങളായ വേദങ്ങൾ, അനാദിയായ വേദങ്ങൾ എന്ന വേദങ്ങളെപ്പറ്റി പറയുന്നു. അപൗരുഷേയങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന് എഴുതാൻ സാധിക്കാത്തത്. മന്ത്രദൃഷ്ടാക്കളായവർ എഴുതിയത് എന്ന് പറയുമ്പം അതും സാധാരണ മനുഷ്യന് എഴുതാൻ സാധിക്കാത്തത്. അപ്പം അതെന്തോ ഒരു ദൈവികത ഉണ്ട്, അതിന് ദൈവത്തിങ്കിൽ നിന്നും ലഭിച്ചതായിരിക്കാം, അല്ലേ? അതായത് ദൈവത്തിൽ നിന്നും ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് വേണേൽ പറയാം. ആ വേദങ്ങൾ അത് ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവ്, വേദം എന്ന് പറഞ്ഞാൽ അറിവെന്നല്ലേ അർത്ഥം. അപ്പോൾ ആ അറിവ് പല തരത്തിലുണ്ടായിരുന്നു ആളുകളുടെ ഇടയിൽ. വാമൊഴിയായിട്ട്, ഇപ്പോൾ ബൈബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാമൊഴിയായിട്ട് പോയിട്ടുണ്ട്. ഖുറാനാണെങ്കിൽ വാമൊഴിയായിട്ട് ആളുകൾ പഠിച്ചു വെച്ചിരുന്നതാണ്, കാണാതെ പഠിച്ചു വെച്ചിരുന്നതാണ്. അതുപോലെ വേദങ്ങളും ആളുകൾ കാണാതെ പഠിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങൾ അത് പിന്നീട് ഒരു കാലഘട്ടത്തിൽ എഴുതി വെച്ചു. ഇന്ന് 4 വേദങ്ങളാവുള്ളത്. ആ എഴുതി വെച്ചതായിരിക്കാം, എഴുതി വെച്ചതിൻ്റെ ഒരു ഭാഗം. അതായത് ഋഗ്വേദം, യജുസ്, സാമ, അഥർവം. ഈ 4 വേദങ്ങളിലും നമ്മൾ കാണുന്നത് ഈ 4 വേദങ്ങൾ 3ആയിട്ട് യഥാർത്ഥത്തിൽ തിരിച്ചു വച്ചിരിക്കുന്നത്. ഇത് പഠിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ട് അതൊന്നും അറിയാൻ വയ്യാതെയാണ് ഓരോരുത്തർ വിമർശിക്കുന്നത്. ഇപ്പം എല്ലാ മതത്തെയും വിമർശിക്കുമ്പോൾ ആ മതം പഠിക്കേണ്ട രീതിക്ക് പഠിക്കണം. ഇപ്പോൾ ബ്രാഹ്മണ്യം, ആരണ്യകം, ഉപനിഷത്ത്, വേദാന്തം, ഇങ്ങനെ 3ആയിട്ടാണ് ഈ വേദം. ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസ് എന്ന് പറയും, പ്രോസ് രൂപം. അതുപോലെ ആരണ്യകം എന്ന് പറഞ്ഞ വനത്തിലേക്കുള്ളത്. അതുപോലെ തന്നെ ഉപനിഷത്ത്, വേദാന്തം എന്ന് പറയാം വേണം. അപ്പം അതിനകത്ത് തന്നെ ഇപ്പം അത് 3 വെച്ചാണ് ഈ വേദം പഠിക്കുന്നത്. ഉദാഹരണത്തിന് ഖുറാൻ പഠിക്കുന്നതിന് ശരീഅത്ത്, തുരിയക്കത്ത്, ഉരിഫത്ത് എന്നൊക്കെ പറയുന്ന പോലെ. അതിനുശേഷം ഈ 3 ഭാഗത്തിന് ശേഷം വരുന്നതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ബ്രാഹ്മണ്യം എന്ന് പറയുമ്പം പലതരത്തിലുള്ള ബ്രാഹ്മണ്യമല്ല, ബ്രാഹ്മണം. ബ്രാഹ്മണം എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ശതവത ബ്രാഹ്മണം, ഗോവത ബ്രാഹ്മണം, പിന്നെ എന്താ പറയുന്നത്, താണ്ഡ്യബ്രാഹ്മണം. അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല ആ പുസ്തകങ്ങളൊന്നും. അപ്പോൾ അതൊക്കെയാണ് ബ്രാഹ്മണ്യം ആയിട്ട് വരുന്നത്. പിന്നെ ആരണ്യകം, ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ശ്വേതാശ്വേതര ഉപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്ത്, മാണ്ഡ്യോക്യ ഉപനിഷത്ത്, അങ്ങനെ തൈത്തീര്യ ഉപനിഷത്ത്, അങ്ങനെ ഒരുപാടുണ്ട്. സന്യാസ ഉപനിഷത്ത്, അങ്ങനെ ഒരുപാടുണ്ട്. 108 ഉണ്ടല്ലോ. അത് ഈശാവാസ്യ ഉപനിഷത്താണ് ഏറ്റവും പ്രധാനം എന്നാണ് ഇതിൽ പറയുന്നത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പറഞ്ഞാൽ
ശാന്തി മന്ത്രത്തോടു കൂടി തുടങ്ങുന്നതാണ് ഈശാവാസി ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതിൽ ഈശാവാസി ഉപനിഷത്തെ ആ ശാന്തി മന്ത്രം തന്നെ ഏകദൈവ വിശ്വാസത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ, അത് പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം തന്നെ ഉദിക്കുന്നു, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്ത് മാറ്റിയാലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് അള്ളാഹിൽ നിന്നും രൂപപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും, ഈ പ്രപഞ്ചമടക്കം സൂര്യചന്ദ്രന്മാരും എല്ലാം അതിൽ നിന്നുണ്ടായതാണ് എങ്കിൽ അള്ളാഹിൽ നിന്നുണ്ടായതാണ്. പക്ഷെ അള്ളാഹ് അപ്പോഴും പൂർണ്ണം തന്നെയാണ്, അള്ളാഹിക്കൊരു കുറവും വന്നില്ല. ഇപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു കുറച്ച് പൈസ കൊണ്ട് ഞാൻ എല്ലാ കടയിൽ പോയി അരി മേടിച്ചു, ഒരു 10 കിലോ അരി മേടിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് നിന്ന് പോയി. പക്ഷെ മറിച്ച് അങ്ങനെ ഒരു കുറവ് എനിക്ക് വരുന്നുണ്ട്. അതായത് എൻ്റെ കയ്യിലെ കുറച്ച് കാശ് കുറയുന്നു. മറിച്ച് അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോഴും അള്ളാഹുവിൽ നിന്ന് എല്ലാം ഉദയം ചെയ്യപ്പെട്ടപ്പോഴും നമ്മളടക്കം ഉദയം ചെയ്യപ്പെട്ടപ്പോഴും അള്ളാഹു പൂർണ്ണൻ തന്നെയാണ്. ആ ഒരു അർത്ഥമാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് പേര് പറഞ്ഞിട്ടില്ല, അത് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ, അത് പൂർണ്ണമായി തന്നെ അവശേഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താണത്? എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് പേര് കൊടുത്തിട്ടില്ല. അത് അള്ളാവാം, യഹോവയാവാം, അല്ലെങ്കിൽ എന്ത് വേണേലും ആവാം, ബുദ്ധ ആവാം, അല്ലെ എന്ത് വേണേലും ആവാം, അത്യന്താധുനിക ശാസ്ത്രം പറയുന്ന എന്ത് വേണേലും ആവാം. ആ ചൈതന്യത്തിന് പേര് കൊടുത്തിട്ടില്ല, അതിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടായത്. അപ്പം എന്ന് പറയുന്ന ഉപനിഷത്തുക്കൾ, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ പിന്നെ പറയുന്നത്, പിന്നെ വേദത്തിൽ പ്രധാനപ്പെട്ട ഈ വേദം പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് വേദാന്തം. ഇത് വേദാന്തമാണ് ഉപനിഷത്ത്. മറ്റേ വേദാംഗം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് ശിക്ഷ, നിരുത്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, ജ്യോതിശാസ്ത്രം, കൽപ്പശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ ഈ 6 വേദാംഗങ്ങൾ വെച്ചുകൊണ്ടാണ്, വേദത്തിൻ്റെ അംഗങ്ങൾ അവയവങ്ങളായിട്ട് നമ്മൾ വെച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. അത് നോക്കിയൊന്നും വേദം പഠിക്കാത്തതുകൊണ്ടാണ് ചില വിവരദോഷികൾ വന്ന് ഈ ബ്രാഹ്മണാധിപത്യത്തെക്കുറിച്ചുമൊക്കെ, വേദങ്ങളിലെ ബ്രാഹ്മണാധിപത്യത്തെക്കുറിച്ചുമൊക്കെ ഘോരം വിമർശിക്കുന്നത്. ഈ അനിൽ അയ്യപ്പനെ പോലെയൊക്കെയുള്ള തറകൾ വന്ന് ഇവരെന്ന് പറയുന്ന അറിയാൻ മേത്തോണ്ടാണ്. അങ്ങനല്ല പഠിച്ചിട്ടുള്ളത്. ഇപ്പം നിരുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പല വാക്കുകൾക്കുമുള്ള നിരുക്തം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യാകരണം, അതെങ്ങനെ ചൊല്ലണം, അതിൻ്റെ ശ്രുതി, സാമഗാന ആലാപനമായിട്ട് സാമവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, സപ്തസ്വരങ്ങളായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ജ്യോതിശാസ്ത്രവും വേദത്തിൻ്റെ അംഗം തന്നെയാണ്. അപ്പം അതെല്ലാം കൂടെ വെച്ചാണ് നമ്മൾ വേദത്തെ സ്റ്റഡി ചെയ്യുന്നത്. അത് 6 പുസ്തകങ്ങളായിട്ട്, 6 അംഗങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, ഇപ്പം ഓം ഭൂർഭുവ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അപ്പം അതിൻ്റെ ശ്രുതി, ആ ശ്രുതി, അതിൻ്റെ ചൊല്ലേണ്ടതായ രീതി, വേദമന്ത്രങ്ങൾ ചൊല്ലേണ്ട രീതിയുണ്ട്. ആ രീതിയാണ് അവിടെ വിവരിക്കുന്നത്, ആ വ്യാകരണ ഗ്രന്ഥങ്ങളിലും ഒക്കെ. അതിനുശേഷം ഈ വേദാംഗവും ബ്രാഹ്മണ്യവും ആരണ്യവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈദിക ആചാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ധർമ്മശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ധർമ്മശാസ്ത്രങ്ങളിൽ ഒന്നാണ് മാനവിക ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. മാനവിക ധർമ്മശാസ്ത്രം അഥവാ ധർമ്മശാസ്ത്രങ്ങൾക്കാണ് സ്മൃതി എന്ന് പറയുന്നത്. സ്മൃതി എന്നവിടെ പറയുന്നത്. അപ്പോൾ മാനവിക ധർമ്മശാസ്ത്രങ്ങൾ അഥവാ മനുസ്മൃതി. അപ്പോൾ ആ മനുസ്മൃതി എന്താണ്? ധർമ്മശാസ്ത്രമാണ്. വൈദിക ആചാരത്തിൽ ഹിന്ദുവിൻ്റെ തന്നെയാണ്, അല്ലാതെ സംഘപരിവാറുകാരൻ്റെ ഒന്നുമല്ല. പക്ഷേ ഈ മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ല സന്ദേശങ്ങളുണ്ട്. എന്നാൽ അത് കാലാന്തരത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് മനുസ്മൃതിയാണെന്ന് വേണേൽ പറയേണ്ടി വരും. കാരണം മനുസ്മൃതി കത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്. മനുസ്മൃതി ഒരുപാട് ഇന്നും വിമർശിക്കപ്പെടുന്നു, അന്ന് മുതൽ ഇന്ന് വരെ വിമർശിക്കപ്പെടുന്നു. അപ്പം ആ മനുസ്മൃതിക്കകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതാണ് ഈ ആളുകൾ വിമർശിക്കുന്നത്. അതായത് മനുസ്മൃതി പറഞ്ഞത് നമ്മളിപ്പം പറയത്തില്ല, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ മുഹമ്മദ് നബി ഇസ്ലാമിക മതവിശ്വാസികളുടെ വിശ്വാസപ്രകാരം
ദൈവം ഇറക്കിക്കൊടുത്ത ആദ്യകാല ഗ്രന്ഥങ്ങൾ, അതായത് തൗറാത്ത്, ഇഞ്ചീൽ, സബൂല ഒക്കെ അതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ, ആ ഗ്രന്ഥങ്ങൾ ദൈവം ഇറക്കിക്കൊടുത്ത ആ ഗ്രന്ഥങ്ങൾ തിരുത്തി, അതായത് മനുഷ്യൻ്റെ താല്പര്യത്തിനനുസരിച്ച് തിരുത്തി. അത് സാമ്പത്തികമാകാം, രാഷ്ട്രീയപരമാകാം, ഭരണപരമായ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് മനുഷ്യനത് തിരുത്തി മാറ്റിയെന്ന് പറയുന്നുണ്ട്. അങ്ങനൊരു വിശ്വാസമുണ്ട്. അപ്പം അതുപോലെ ഈ മനുസ്മൃതിയും വേദങ്ങളും ഒക്കെ കാലാന്തരത്തിൽ തിരുത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാം. ഇപ്പം മനുസ്മൃതിക്ക് എത്ര വർഷം പഴക്കമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RSS എന്ന് പറയുന്ന സംഘടനയുടെയാണ് മനുസ്മൃതി എങ്കിൽ RSS എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഉണ്ടായിട്ട് 100 വർഷം ആവുന്നതേ ഉള്ളൂ. 100 വർഷം ആയില്ലെന്നാണ് എൻ്റെ ഓർമ്മ. കമ്മ്യൂണിസം ഉണ്ടായതിനൊക്കെ ശേഷമാണ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ട് 100 വർഷം കഴിഞ്ഞു. അതിനൊക്കെ ശേഷമാണ് RSS രൂപീകരിക്കപ്പെടുന്നത്. ആ RSSൻ്റെ അല്ല മനുസ്മൃതി. ആ മനുസ്മൃതിക്ക് 4500 വർഷത്തെ പഴക്കമുണ്ട് മനുസ്മൃതിക്ക്. അത് റിസർച്ചിലൂടെ ലോകപ്രശസ്ത സർവകലാശാലകൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ മനുസ്മൃതിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിനകത്ത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്, ചണ്ടാളനെ കുറിച്ചുള്ള പരാമർശമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പരാമർശങ്ങൾ. അപ്പം ആ മനുസ്മൃതി ധർമ്മശാസ്ത്രമാണത് മൊത്തത്തിൽ. ആ മനുസ്മൃതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ചത് യഥാർത്ഥം ഇന്ന് പറയുന്ന വിമർശകരോ അല്ലെങ്കിൽ ഇന്ന് മനുസ്മൃതിയെ വിമർശിക്കുന്നവരോ മനുസ്മൃതിയെ കുറ്റം പറയുന്നവരോ അല്ല മനുസ്മൃതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ഇവിടുത്തെ ബ്രാഹ്മണര് തന്നെയാണ്, ആധിപത്യം തന്നെയാണ്. അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്തി. അതിൻ്റെ ഫലമാണ് അതേ തെറ്റിദ്ധാരണ വീണ്ടും പറയുന്നത്. കാരണം അതിൻ്റെ വക്താക്കളാണ് തെറ്റിദ്ധാരണയോടുകൂടി അതിനെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അപ്പം പിന്നെ അതിനെ പിൽക്കാലത്തുള്ള വിമർശകർക്കും അതേ എടുക്കാൻ നിർവാഹമുള്ളൂ. പക്ഷെ യഥാർത്ഥ മനുസ്മൃതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ജാതിയിൽ നിന്നും മറ്റൊരു ജാതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു വർണ്ണത്തിൽ നിന്നും മറ്റൊരു വർണ്ണത്തിലേക്ക് വിവാഹം പാടില്ല എന്ന് പറയുമ്പോൾ അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ ജാതികൾക്കും ഓരോ വർണ്ണങ്ങൾക്കും ആചാര സമ്പ്രദായങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇപ്പം ഇന്ന് അതല്ല പറയുന്നത്. ഇപ്പം നമ്പൂതിരിയുടെ ആചാരമല്ല പൊലയൻ്റെ ആചാരം, നമ്പൂതിരിയുടെ വിശ്വാസമല്ല, ദർശനമല്ല, സമ്പ്രദായമല്ല പൊലയൻ്റെ സമ്പ്രദായം. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ജാതിയിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സമ്പ്രദായങ്ങളുടെ ഒരു ഒരുമിക്കലാണ്. അപ്പം അത് ആചാരവിശ്വാസ ദർശനങ്ങൾക്ക് വ്യത്യാസം വരും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം. ഇപ്പം ബൈബിളിലും ഖുറാനിലും അടക്കം പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാർക്ക് ദൈവം നിർദ്ദേശം നൽകിയായിട്ട് പറയുന്നുണ്ട്, വിഗ്രഹാരാധകരായ സ്ത്രീകളെ വിവാഹം കഴിക്കരുത്, സൃഷ്ടിപൂജ ചെയ്യുന്നവർ വിവാഹം കഴിക്കരുത് എന്ന് സോളമന് നിർദ്ദേശം കൊടുത്തിട്ടും സോളമൻ അവസാനം വിഗ്രഹാരാധകയായ ഫറവോൻ്റെ മകളെ വിവാഹം കഴിച്ചിട്ട് ബിംബത്തെ ആരാധിച്ചു. അവിടെ ബൈബിളിലെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ അത് തെറ്റാണ്. അതുകൊണ്ടാണ് അത് കൊടിയ പാപമാണ്. അതാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടത്തെ ഈ പ്രശ്നം. അതായത് ഇപ്പം ഒരു ഹിന്ദുവും ഇപ്പം ഇസ്ലാം മതപ്രകാരം സൃഷ്ടിപൂജ ചെയ്യുന്നവരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു ഇതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. അതെന്തുകൊണ്ടും ചോദിച്ചാൽ ആ മതത്തിൻ്റെ നിയമമാണ്, മതത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അത് തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്, അതൊന്നും തെറ്റല്ല. പക്ഷെ മറിച്ച് ഒരു മുസ്ലിം പയ്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ വിവാഹം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കുമ്പോൾ ഒരാൾ വിഗ്രഹാരാധകനാണ്, ഹിന്ദു വിഗ്രഹാരാധകനാണ്, മറ്റേ മുസ്ലിം വിഗ്രഹാരാധകനല്ല. പക്ഷെ അവൻ ഏകദൈവ വിശ്വാസിയാണ്. അവൻ വിഗ്രഹത്തെയോ ബിംബത്തെയോ ആരാധിക്കുന്നില്ല, ചിത്രങ്ങൾ വെച്ച് ആരാധിക്കുന്നില്ല, ഫോട്ടോ വെച്ച് ആരാധിക്കുന്നില്ല. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള സമ്മിശ്രമായിട്ടുള്ള വരുമ്പോൾ ഒരു പക്ഷേ ഭാര്യ പറയുമ്പോൾ അല്ലെ ഭർത്താവ് പറയുമ്പോൾ ബിംബത്തെ ആരാധിക്കും മറ്റേ ആൾ, ബിംബത്തെ ആരാധിക്കുന്ന അവസ്ഥ വരും. അപ്പം അതാണ് ഒരേ തരത്തിലുള്ള ദർശനങ്ങൾ പിൻപറ്റുന്നവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ അതാണ് നല്ലത്.
അതാണ് മനു എടുത്തു പറഞ്ഞ മനുസ്മൃതിയിൽ. അല്ലാതെ ആ ജാതിക്കാർ മോശക്കാരായതുകൊണ്ട് അവരിൽ നിന്ന് വിവാഹം കഴിക്കരുത് എന്നല്ല മനു പറഞ്ഞത്. അത് ബ്രാഹ്മണാധിപത്യം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇപ്പം മനുസ്മൃതിയും എന്താ പറയുക, ഇവരും തമ്മിലുള്ള RSSും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാഹ്മണാധിപത്യത്തിലൂടെ മനു പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. അതായത് ഇപ്പം ഒരു ജാതിക്കാരൻ ലവൻ താഴ്ന്ന ജാതിക്കാരനാണ്, അധകൃതനാണ്, മോശക്കാരനായതുകൊണ്ടാണ് അവൻ്റെ കൂട്ടത്തിൽ നിന്ന് വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നത് എന്നുള്ളത് ബ്രാഹ്മണാധിപത്യം സൃഷ്ടിച്ചതാണ്. ബ്രാഹ്മണാധിപത്യം കൊടുത്ത വ്യാഖ്യാനമാണ്. മറിച്ച് മനു പറഞ്ഞത് എന്താണ്? മനു പറഞ്ഞത് ആചാരത്തിൻ്റെ, ദർശനങ്ങളുടെ, സമ്പ്രദായങ്ങളുടെ വ്യത്യാസം വരും അവിടെ. മനസ്സിലായി? അവിടെ വർണ്ണങ്ങളുടെ വ്യത്യാസം വരും. അതുകൊണ്ട് അത് പാടില്ല എന്നാണ് മനു പറഞ്ഞത്. ഇപ്പം ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾക്കൊരു ഹിന്ദു മതത്തിൽ നിന്ന് ഒരാളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ലേ ഉദാഹരണത്തിന് പ്രവാചകന്മാരോട് വിഗ്രഹാരാധകരായ സ്ത്രീകളെ വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ബഹുദൈവ വിശ്വാസികളോ അല്ല വിഗ്രഹാരാധകരോട്ടോ ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ ഇഷ്ടമല്ല, അത് മോശക്കാരായതുകൊണ്ടല്ല, മറിച്ച് ദർശനങ്ങൾ വ്യത്യാസമാണ്. മനസ്സിലായി? ഇപ്പം ഷിർക്കായിട്ട്, ബിംബാരാധനയെ ഷിർക്കായിട്ട് കാണുന്നവരാണ് മുസ്ലിങ്ങൾ. ഹിന്ദുക്കൾ മറിച്ച് അങ്ങനല്ല. ബിംബാരാധനയിലൂടെ ഏകദൈവ വിശ്വാസത്തിലേക്ക് എത്താനുള്ള മാർഗം പറഞ്ഞു കൊടുത്ത ദർശനമാണ് ഹിന്ദുമതം. അത് വിവരിച്ച് പറയുന്നില്ല. അപ്പോൾ അവർക്ക് ബിംബാരാധന അനുവദനീയമാണ്. പക്ഷെ ഇസ്ലാമിൽ അത് ബിംബാരാധന അനുവദനീയമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പം അത് കൊളാബറേഷന് കാരണമാകും. അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. പക്ഷെ ഒരേ തരത്തിൽ ഇപ്പം ഒരു ഹിന്ദുവിനെ തന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. കാരണം ഒരേ ആചാരം, ഒരേ വിശ്വാസം, അപ്പോൾ ഒരുമിച്ച് ആരാധിക്കാം. ഒരു മുസ്ലിമിനെ തന്നെ വിവാഹം കഴിച്ചാൽ ആ പ്രശ്നമില്ല. അതാണ് മനു എടുത്ത് പറഞ്ഞ കാര്യം. അതായത് അപ്പം മനുസ്മൃതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ മനസ്സിലാക്കണം. അതായത് മനുസ്മൃതിയിൽ ഒരുപാട് ദർശനങ്ങൾ നല്ലതുണ്ട്. അതായത് എന്താ പറയുന്നത്, നസീസാന്തര്യം അർഹതേ എന്നൊക്കെ പറയുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഉള്ള വരികൾ വളരെ ഗംഭീരമായിട്ടുള്ള, എത്ര നാര്യസ് പൂജന്തേ രമന്തേ തത്ര ദേവത എന്നൊക്കെ പറയുന്ന വരികൾ. അതുപോലെ മനുസ്മൃതിയിലെ ഒട്ടുമിക്ക വരികളും വളരെ ഗംഭീരമാണ്. പക്ഷേ മനുസ്മൃതിയിലെ വരികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു വിഭാഗം ആളുകൾ മോശക്കാരാണ് എന്ന് ചിത്രീകരിച്ച് ഇവിടെ ഭരണം നടത്തി, ഇവിടുത്തെ ബ്രാഹ്മണാധിപത്യം. അതിൻ്റെ ഫലമാണ് ഇന്നും മനുസ്മൃതി വിമർശിക്കപ്പെടുന്നത്. എന്ന് പറയുന്ന പോലാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ തെറ്റിദ്ധരിപ്പിച്ച് അത് അവിടെ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ള മനസ്സിലാക്കാതെ, ഒരു മതത്തിൻ്റെ ദർശനം, ഒരു മതത്തിൻ്റെ നിയമങ്ങൾ അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുമ്പോഴാണ് മതങ്ങളെ മോശമായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഖുറാനിനെയും ബൈബിളിനെയും ഒന്നും വെറുതെ മോശമായിട്ട് ചിത്രീകരിക്കരുത്. നമ്മൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് അത് വരൂ. കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പം അതിന് അർത്ഥങ്ങൾ മാറും. അവിടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇപ്പം ഒരു മതം പഠിക്കേണ്ടതിന് രീതികളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ അതെല്ലാ മതങ്ങളും പഠിക്കേണ്ടതിൻ്റെ രീതികളുണ്ട്. അപ്പം മനു പറഞ്ഞത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ മനു പറഞ്ഞത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതിനകത്ത് ചില കാര്യങ്ങളൂടെ കടത്തിക്കയറ്റി. അതായത് ഈ മുൻവേദങ്ങൾ തിരുത്തപ്പെട്ടു എന്ന് മുസ്ലിങ്ങൾ പറയുന്ന പോലെ മനുസ്മൃതിയിൽ മനു എഴുതിയതിൽ നിന്ന് മാറ്റി കുറേയൊക്കെ തിരുത്തിയിട്ട് കാലാന്തരത്തിൽ എന്ത് ചെയ്തു, ഇവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി കുറേ ആളുകൾ ചേർന്ന് ചെയ്ത ചില കാര്യങ്ങളുടെ പരിണിത ഫലമായിട്ടുണ്ടായതാണ് മനുസ്മൃതി ഇന്നും വേട്ടയാടപ്പെടുന്നത്, വിമർശിക്കപ്പെടുന്നത്, മോശമാക്കപ്പെടുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, മനുസ്മൃതി സംഖ്യയുടെ അല്ല, സംഘപരിവാറുകാരൻ്റെ അല്ല, അത് ഹിന്ദുവിൻ്റെ ആണ്. അത് തെറ്റല്ല. അത് നന്മയുടെ ഒരുപാട് മഹത്തായ ദർശനങ്ങളുടെ, സ്ത്രീയെ ഏറ്റവും മഹത്വപൂർണമായിട്ട് പറഞ്ഞ ഗ്രന്ഥമാണ്. ഭർത്തോരക്ഷതി യൗവനെ എന്നൊക്കെയുള്ള വരികൾ, അതുപോലെ ഒരുപാട് നല്ല വരികൾ മനുസ്മൃതിയിലുണ്ട്. ആ മനുസ്മൃതി പോലെ തന്നെ ആ മനുസ്മൃതിയിൽ പക്ഷേ തെറ്റിദ്ധാരണാജനകമാണ്. ആ മനുസ്മൃതിയുടെ കൃത്യമായ അർത്ഥങ്ങൾ
അതെന്തുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമ്മുടെ സ്വയം ഇഷ്ടത്തിന് നമ്മൾ വ്യാഖ്യാനിക്കാതെ അത് യഥാർത്ഥ ആചാര്യൻ്റെ അടുത്ത് പോയി നമ്മൾ അതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ മതങ്ങളുടെയും കാര്യം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു മതവും കൃത്യമായിട്ട് ഇപ്പോൾ യുക്തിവാദികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുക്തിവാദികൾ തന്നിഷ്ടത്തിന് മതത്തെ വായിച്ചിട്ട് ഇഷ്ടമുള്ള അർത്ഥം എടുക്കുന്നു. മറിച്ച് യഥാർത്ഥത്തിൽ അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്, എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് അവർ മനസ്സിലാക്കണമെങ്കിൽ അവർ ആചാര്യൻ്റെ അടുത്ത് പോയി പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അതവർ ചെയ്യുന്നില്ല. ഓക്കെ, നന്ദി, നമസ്കാരം.